ഹലോ ഗൈസ്, അങ്ങനെ കുറെ നാൾക്ക് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കുന്നതാണ്. എന്താണ് വിശേഷം എന്ന് വെച്ചാൽ നമുക്ക് 2000 സബ്സ്ക്രൈബേഴ്സ് ആയി. വൈകി പോയില്ല എന്ന് വെച്ചാൽ വൈകി പോയി, വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ വീഡിയോ ചെയ്തില്ല, വെറുതെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒതുക്കി, വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് എന്റെ ഷോർട്സ് കാണുന്നവർക്ക് അറിയാം, ഞാൻ ഉത്സവവും തിരക്കൊക്കെ ആയിട്ട് ജാനിയുടെ വീട്ടിലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ട്ടാ. ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ 2000 പേരിൽ ഓരോരുത്തരോട് ഞാൻ എടുത്തെടുത്ത് നന്ദി പറയണേ. വേറെ ഒന്നുമല്ല, ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, നല്ലൊരു കോണ്ടന്റ് പോലും ഇല്ലാത്തൊരു യൂട്യൂബറാണ് ഞാൻ. യൂട്യൂബർ എന്നൊക്കെ പറയാമോ പോലും എനിക്കറിയാൻ പാടില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഞാൻ യൂട്യൂബിലേക്ക് വരുന്ന സമയത്ത് എന്തിനെ കുറിച്ച് വീഡിയോ ഇടുമെന്ന് എനിക്ക് യാതൊരുവിധ ഐഡിയയും ഉണ്ടായിരുന്നില്ല. കാരണം ഇപ്പൊ ഇതാണ് ഒരു ലിപ്സ്റ്റിക് കളക്ഷൻ എന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടി ഒരു 2-3 ലിപ്സ്റ്റിക് പോലും ഇല്ലാത്തൊരു ഞാൻ എന്ത് ചെയ്യും എന്ന് എനിക്ക് യാതൊരുവിധ ഐഡിയയും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ഈ 2000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തി നിൽക്കുമ്പോഴേക്കും എനിക്ക് ആദ്യം തന്നെ താങ്ക്സ് പറയാനുള്ളത്, ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനും കണ്ടിന്യൂസ് അതിപ്പോ വ്യൂസ് കയറിയാലും ശരി, ഇല്ലെങ്കിലും ശരി, ലൈക്ക് ഇല്ല, കമന്റ് ഇല്ല, ഒന്നും ഇല്ലെങ്കിലും ശരി, ഞാൻ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ ഒരു കാരണം ഒരേ ഒരാളാണ്, എന്റെ ഫ്രണ്ട് എൽക്കാന. ഇതേപോലെ എന്റെ കോളേജിൽ എന്റെ കൂടെ പഠിച്ചതാണ്. അവൾ ഇതേപോലെ തന്നെ എന്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയി കഴിഞ്ഞപ്പോഴേക്കും പോണ വഴിക്ക് എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ എന്തെങ്കിലും ചെയ്യ്, പഴയ പോലെ മോഡലിംഗ് എന്തെങ്കിലും ചെയ്യ്, അല്ലെങ്കിൽ എന്തെന്നാണ് നീ വീഡിയോസ് ഇടുക, നീ നല്ലോണം സംസാരിക്കുമല്ലോ, നിന്റെ വേ ഓഫ് ടോക്കിംഗ് ഇഷ്ടപ്പെടണ ആൾക്കാർ വരും, അല്ലെങ്കിൽ ആൾക്കാർ ക്രിറ്റിസൈസ് ചെയ്യാനാണെങ്കിൽ പോലും ആൾക്കാർ വരും എന്നിങ്ങനെ പറഞ്ഞു. അന്ന് അവളുടെ ആ ഒരു ഒറ്റ വാക്കിലാണ്, മുന്നേ എനിക്ക് യൂട്യൂബ് ഞാൻ ഇങ്ങനെ തുടങ്ങി വീഡിയോസ് 5-6 ഇട്ടിട്ട് ആ വഴി പോയ ഞാനാണ്. പക്ഷെ അവളുടെ ആ ഒരു ഒറ്റ വാക്കില് ഞാൻ ആലോചിച്ചു, വീഡിയോസ് ഇടാൻ തുടങ്ങി. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, എന്റെ ഒരു വീഡിയോ ഒരാളാണ് കാണണമെങ്കിൽ എനിക്കൊരു സന്തോഷം. ഒരാളുണ്ടല്ലോ എന്നോട് കാണാൻ, സംസാരിക്കാൻ, അതിൽ കൊമന്റ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, എനിക്കത് മതി. കാരണം കൂടുതലൊന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ ഈ യൂട്യൂബിന്റെ കേസിലേക്ക് വന്ന 1000 സബ്സ്ക്രൈബേഴ്സ് വേണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതങ്ങനെയാണല്ലോ, 1000 സബ്സ്ക്രൈബേഴ്സ് എന്തായാലും വേണമല്ലോ. അപ്പൊ അതിപ്പോ 2000-ലെത്തി. ഇനിയിപ്പൊ എത്ര അങ്ങോട്ട് പോകും എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇനിയിപ്പൊ പോയാലും ഇവിടെ തന്നെ നിന്ന് പോയാലും ഈ പറഞ്ഞ ആൾക്കാർ എന്നും എന്റെ കൂടെ വേണമെന്നും എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇതേപോലെ തന്നെ നിൽക്കാൻ പറ്റണമെന്നും മാത്രമേ എനിക്കുള്ളൂ. എന്റെ ലൈഫിൽ എന്നെ സപ്പോർട്ട് ചെയ്തേക്കണം ആകെ ഒരു 2 ആൾക്കാരെ ഞാൻ പറയുകയാണെങ്കിൽ, ആദ്യം എന്റെ അമ്മ, പിന്നെ എന്റെ ചേച്ചിയുടെ കൊച്ചു ജാനി, നിങ്ങൾ വീഡിയോയിൽ എപ്പോഴും കാണുന്ന ജാനി. വേറൊന്നല്ല, ഇപ്പൊ അമ്മേന്റെ അടുത്ത് വന്നിട്ട് ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്റെ അടുത്ത് ഓ സൂപ്പർ സൂപ്പർ സൂപ്പർ, കൊള്ളാന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കും. ഞാൻ എന്തൊരു കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വാങ്ങി വീട്ടിൽ വന്നാലും ഇത് കൊള്ളാട്ടെ, എനിക്ക് ഇതാണ് ഫാഷൻ എന്ന് എന്റെ അടുത്ത് പറയും. എന്നെ ഒരു കാരണവശാലും എന്നെ വിഷമിപ്പിക്കുന്ന രീതിക്ക്, എന്ന് വെച്ച് കൊള്ളൂലാത്തത് കണ്ടാലും സൂപ്പർ എന്ന് പറയുന്നതല്ല, അങ്ങനെ വിഷമിപ്പിക്കാത്ത ഒരാളാണ്. നീ വീഡിയോ ചെയ്യും, ഞാൻ ഒരുപാട് പേരുടെ വീഡിയോസ് കാണുന്ന ഒരാളാണ്, നീ വീഡിയോ ചെയ്തു, എനിക്കൊന്നും ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് ചെയ്തേക്കുന്ന ഒരാൾ എന്റെ അമ്മയാണ്. പിന്നെ ഞാൻ പറയുമ്പോ ജാനിനെ പറയും. ഇപ്പോഴും എന്റെ എല്ലാ വീഡിയോയും ലൈക്ക് ചെയ്തു എന്ന് അവള് കൺഫേം ചെയ്തോണ്ടിരിക്കും. ഏതെങ്കിലും ഒരെണ്ണം വിട്ടുപോയോ, അല്ലെങ്കിൽ അവൾ എന്റെ അടുത്ത് ഓർത്ത് പറയും, ചുറ്റും അങ്ങനെ ഒരു കോണ്ടന്റ് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ, ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ സംസാരിച്ചില്ലേ. എനിക്ക് ഭയങ്കര സന്തോഷം. മനസ്സിലായോ? ഇപ്പൊ ഇവളിവിടെ വീട്ടില് കുറെ നാള് വെക്കേഷൻ വന്ന് നിന്നപ്പോ സമയത്ത് പോലും അവളിങ്ങനെ പറയും, വീട്ടിൽ ചെന്നിട്ടാണ് അമ്മയുടെ ഫോണിൽ നിന്ന് ചിറ്റയുടെ വീഡിയോസ് കാണാൻ, ലൈക്ക് ചെയ്യാൻ. ഇനി ഞങ്ങൾ പിണങ്ങാൻ പറയും, ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്യോട്ടാ, ഞാൻ ലൈക്ക് ഒക്കെ കളയോട്ടാ, ഇങ്ങനെ പറയും. എന്നെ അത്രയും സപ്പോർട്ട് ചെയ്യണം, എന്റെ എല്ലാ വീഡിയോയും കാണാൻ, എന്റെ എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്ത ഒരേ ഒരാള് എന്റെ സബ്സ്ക്രൈബർ എന്റെ ജാനിക്കുട്ടിയാണ്. അങ്ങനെ എന്റെ വീട്ടിൽ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോണ്ടന്റ്സിൽ എന്നെ സംബന്ധിച്ച്, ഞാൻ മുന്നേ എന്റെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ വീട്ടിലുള്ള ഒരാളെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അവരുടെ ഫേസ് ഇതിൽ കൊണ്ടുവന്ന് റിവീൽ ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലാത്ത ആളാണ്. അപ്പൊ ലൈവിൽ തന്നെ എന്നോട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, അപ്പനെയൊക്കെ വീഡിയോയിൽ കൊണ്ടുപോവാ, അവര് പാട്ട് പാടട്ടെ. ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോ അച്ഛൻ ഓക്കെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, വേറൊന്നല്ല, ഭാവിയിലേക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ. ഞാൻ അന്നും പറഞ്ഞില്ല ഭാവിയിലേക്ക് ഇത് വരുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് താല്പര്യമില്ല. കാരണം ഈ ഒരു സോഷ്യൽ മീഡിയ, ആ ഒരു പ്ലാറ്റ്ഫോമിലെ ടോക്സിസിറ്റി അല്ലെങ്കിൽ ബുള്ളിങ് ഒന്നും അറിയില്ലാത്ത ആൾക്കാരാണ് എന്റെ വീട്ടുകാർ. ഒന്നിലും ആക്റ്റീവ് അല്ലാത്ത ആൾക്കാരാന്ന് വെച്ചാൽ അവര് വീഡിയോസ് ഒന്നും കാണാറില്ലെന്നല്ല, കാണും. പക്ഷെ അവരെയൊക്കെ കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ, അല്ലെങ്കിൽ ഈ അങ്ങോട്ട് അതൊക്കെ ഒരു വിഷയമായിട്ട് വന്നാൽ എന്നെ കൊണ്ടത് പറ്റില്ല. മനസ്സിലായോ? അപ്പൊ എനിക്ക് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എനിക്ക് തന്നോട്ടെ ആ ഒരു സാധനം. എന്റെ ചാനൽ, എന്റെ മുഖം, എന്റെ തല. ഞാൻ ആ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ഇങ്ങനെ പറഞ്ഞേക്കണം, നീ എപ്പോഴും എന്റെ മുഖം മാത്രോട്ടാ കാണുള്ളൂ. അങ്ങനെ. പിന്നെ ഞാൻ കൊണ്ടുവന്നേക്കുന്ന ഒരാള് ജാനിയാണ്. ജാനി കൊച്ചല്ലേ. അപ്പൊ അങ്ങനെ. അപ്പൊ എല്ലാവർക്കും താങ്ക്സ്.
പിന്നെ യൂട്യൂബിൽ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെന്ന് പറയുന്നത് കുറെ പേര് ഇപ്പോഴും ഞാൻ എന്റെ പഴയ ഇൻസ്റ്റ ഐ ഡി വെച്ച്, ഇപ്പോഴത്തെ അല്ല, പഴയ ഇൻസ്റ്റ ഐ ഡി വെച്ച് ഇപ്പോഴും ആൾക്കാർക്ക് എന്നെ ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ ഞാൻ അറിയണത് എന്റെ യൂട്യൂബിൽ കമന്റ് ഇടുമ്പോഴാണ് ഞാൻ ആലോചിക്കാറുണ്ട്. വേണമെങ്കിൽ അവർക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കളഞ്ഞാൽ മതി, ഇവിടെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ മതി, ഓക്കെ. പക്ഷെ അവര് വന്ന് കമന്റ് ഇടുക, അറിയാന്ന് പറയാ, നേരിട്ട് കാണുമ്പോഴായിട്ട് സംസാരിക്കാന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഞാൻ ഈ അടുത്ത് എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ഒരു ആവശ്യത്തിന് വേണ്ടി പോയ സമയത്ത് അവിടെ ഒരു ചേച്ചി എന്നോട് ഇതുപോലെ ഇങ്ങനെ സംസാരിച്ച് എല്ലാവരും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ ഇവളെ പിന്നെ യൂട്യൂബിൽ കാണാലോ എന്ന് പറഞ്ഞപ്പോ എനിക്ക് അത് ഇതൊക്കെ ഞങ്ങൾ ചേച്ചി പറയണ്ടേ, ചേച്ചി തൊലി ഉരിയണം എന്ന് പറയും. അത് പുറത്തിറങ്ങിയപ്പോഴും ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് കോൺഫിഡൻസ് ഒന്നും ഇല്ല ചേച്ചി, അതാ ഒരു മടി. അപ്പൊ പുള്ളിക്കാരൻ എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് എല്ലാവരും തുടങ്ങണത്. അപ്പൊ അതൊക്കെ ഒരു വലിയ വലിയ സപ്പോർട്ട്. ഇപ്പൊ മുസ്തുവിനോട് ആയപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് കണ്ടായിരുന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയും. അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട് വിളിക്കുമ്പോ എടാ എന്റെ വൈഫ് നിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടാന്നൊക്കെ പറയും. അപ്പൊ എനിക്ക് ഒരുമാതിരി ചമ്മലാതെ എല്ലാവർക്കും ഉണ്ടാവും തോന്നുന്നു. ആദ്യമൊക്കെ ഈ പറഞ്ഞ ഓൺ വോയിസ് വീഡിയോ ഒക്കെ ഇടാൻ ഭയങ്കര നാണുള്ള ഒരാളായിരുന്നു കേട്ടോ ഞാൻ. ഇപ്പൊ എന്ന് വെച്ചാൽ എന്റെ ഓൺ വോയിസ് വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് കംഫർട്ടായ ആൾക്കാരുടെ അടുത്ത് ഞാൻ എങ്ങനെ സംസാരിക്കോ അതേപോലെ സംസാരിക്കാറ്. കൂടുതൽ ഡെക്കറേഷൻ അല്ലെങ്കിൽ വേറൊരാളെ ഇമിറ്റേറ്റ് ചെയ്യുക, അവര് സംസാരിക്കണ പോലെ തന്നെ സംസാരിക്കാം. ഈ ഞാനെങ്ങനെ ഓവർ ഡെക്കറേഷൻ ഒന്നും കൊടുക്കാറില്ല. ഞാൻ എങ്ങനെയാണ് അതേപോലെയാണ് സംസാരിക്കുന്നത്. അതായത് ഞാൻ പറയണ വാക്കുകൾ, ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ അങ്ങനെ കേട്ടാ. അതായത് ആൾക്കാരെ അങ്ങനെ പിടിച്ചിരുത്തത് പോലെ സംസാരിക്കാറില്ല. ഞാനായിട്ട് തന്നെ അങ്ങനെ. അപ്പൊ അത് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതായത് എന്റെ ഇപ്പൊ ഞാൻ നേരത്തെ വർക്ക് ചെയ്യുന്ന സമയത്തായാലും ഇപ്പൊ ഞാൻ വർക്കിന് വരുമ്പോ തന്നെ എന്റെ കൊളീഗ്സ് എന്നോട് ഇങ്ങനെ ചോദിക്കും, ഇന്ന് വല്ല കഥയുണ്ട്. അതായത് ഞാൻ എല്ലാം നല്ലോണം സംസാരിക്കുന്ന ഒരാളാണ്. പുതിയ പുതിയ വിഷയങ്ങളൊക്കെ കണ്ടുകൊണ്ട് വന്ന് അതിനെ കുറിച്ച് ലൈനിൽ വർക്ക് ചെയ്യാനായിട്ട് അതൊക്കെ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ ആളുകൾക്ക് ഇഷ്ടമാണ്. പിന്നെ ലൈനിൽ തന്നെ കുറെ പേര് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമാണ്, സംസാരിക്കാൻ ഇഷ്ടമാണ് എന്നൊക്കെ. ചിലപ്പോ ഒട്ടും സമയം ജസ്റ്റ് ഒന്ന് ഹായ് പറഞ്ഞിട്ട് പോകാറുണ്ട്. പിന്നെ എനിക്ക് താങ്ക്സ് പറയാനുള്ളതില് ഇതിന് എനിക്ക് നല്ല നല്ല കുറെ കണക്ഷൻസ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ എന്നെ കണ്ടില്ലെങ്കിൽ അന്വേഷിക്കാം. അതിപ്പോ കമന്റ് ബോക്സിലായിക്കോട്ടെ, മെസ്സേജ് അയച്ചിട്ടായിക്കോട്ടെ, അന്വേഷിക്കുക. എന്റെ വീഡിയോസിൽ നല്ലതും ചീത്തയായിട്ടുള്ള അഭിപ്രായം പറയാം. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ സൊല്യൂഷൻ പറയാം. എല്ലാ കാര്യങ്ങളും അത് എനിക്ക് അങ്ങനെ ഇഷ്ടമാണ്. ആൾക്കാര് അതായത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞത് ഞാൻ അങ്ങനെ ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യത്തിലേക്ക് എനിക്ക് സന്തോഷം. അപ്പൊ അങ്ങനെ കുറെ നല്ല ആൾക്കാരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ ഞാൻ ലീവ് ഇടുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കും. ഞാൻ പിന്നീടാണ് ഞാൻ കണ്ടേക്കുന്നത്. അപ്പൊ ഇത്രയും ക്ലാരിറ്റി കുറവാണ്. ഞാൻ സംസാരിക്കണത് കട്ടായി കട്ടായി പോയിട്ട് പോലും അത് കണ്ട് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നവരെയൊക്കെ സത്യം പറയാൻ സമ്മതിക്കണം. അവര് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് എന്താണ്, പക്ഷെ അവരുടെ അടുത്തൊക്കെ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവൂല. വെറുതെ ആയിക്കോട്ടെ, കാര്യത്തിനായിക്കോട്ടെ, നീ രക്ഷപ്പെടും, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഉണ്ട്, അല്ലെങ്കിൽ നീ നിന്നെ തന്നെ ആദ്യം വിശ്വസിക്കാൻ നോക്കുന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ എനിക്ക് എടുത്ത് പറയാനാണെങ്കിലല്ല കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിപ്പോ ഞാൻ എത്രയോ ധൃതി പിടിച്ച് എന്തൊക്കെയോ പറഞ്ഞു ഒപ്പിക്കണേണെന്ന് എനിക്ക് തന്നെ അറിയാം. അങ്ങനെ എനിക്ക് യൂട്യൂബിൽ ഒരുപാട് നല്ല മനുഷ്യന്മാരെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യണ നല്ല നല്ല മനുഷ്യന്മാരുണ്ട്. ഈ 2000-ല് ഞാൻ നല്ലോണം സംസാരിച്ചേക്കണ കുറച്ച് പേരുണ്ട്. ഇപ്പൊ എനിക്കില്ലേ ഈ 2000 പറയുമ്പോ ഉണ്ടല്ലോ, സത്യം പറഞ്ഞ ആദ്യമൊക്കെ ഞാൻ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടുമ്പോ, അതായത് 100, 101, 102 ഞാൻ കരയുമായിരുന്നു. സന്തോഷം കൊണ്ട് കരയുമായിരുന്നു. എപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്തോണ്ടിരിക്കും. കുറയുമ്പോഴേക്കും ഭയങ്കര സമാധാനം പോകും. എപ്പോഴും ഇതിൽ തന്നെ നോക്കും. ഒരു പോയിന്റ് ഞാൻ അത് നിർത്തി. 1000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞപ്പോ ആ വഴിക്കേ ഞാൻ പോകാറില്ല, നോക്കാറേ ഇല്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 1600 വരെ ഇച്ചിരി പാടായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം 2000 ഒക്കെ ഇതിങ്ങനെ പോയി. എന്നെ മുസ്തു എന്നെ വിളിച്ചു പറഞ്ഞ 2000 സബ്സ്ക്രൈബേഴ്സ് ആയി, കൺഗ്രാജുലേഷൻ. ഇപ്പൊ വീഡിയോസ് ഒക്കെ ഏതെങ്കിലുമൊക്കെ ഇങ്ങനെ കേറുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കൊമന്റ്സ് കണ്ടിന്യൂസ് വരുമ്പോഴാണ് ഞാൻ അത് അറിയുള്ളൂ. ഓക്കെ ഈ വീഡിയോ. അപ്പൊ ഞാൻ ഓവറായിട്ട് എന്ത് കണ്ടാലും കിടന്ന് തുള്ളാറും ഇല്ല. പക്ഷെ ഞാൻ ഹാപ്പിയാ. അതായത് എന്റെ ഈ ഒരു സമയത്ത് ഞാൻ മനസ്സിലാക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എല്ലാരും പറയില്ലേ നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ നല്ലോണം ആഗ്രഹിക്കുകയും ചെയ്യുക, അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുക. പക്ഷെ ഞാൻ പറയട്ടെ, നമ്മൾ ഡിസർവ് ചെയ്യണ്ടെങ്കിൽ എന്തും നമ്മുടെ കയ്യിലേക്ക് വരും. ഏതാണ് എനിക്ക് ഈ വർഷം മനസ്സിലായ ഒരു കാര്യം. കാരണം ഈ വർഷം എനിക്ക് നല്ല വർഷവുമാണ്. അതിന്റെ ഒപ്പം എനിക്ക് കുറച്ച് കയ്പ് നീര് കുടിച്ചാണ് ഞാൻ ഈ വർഷം തുടങ്ങിയെന്ന് പറയാം. അതായത് 2026 ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് പുറത്തു പോയി ന്യൂ ഇയർ കണ്ടു. ന്യൂ ഇയർ കണ്ടെന്ന് വെച്ചാൽ ഈ സാന്റനെ കത്തിക്കുന്ന പരിപാടി വിത്ത് ഫാമിലി. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നു. എനിക്ക് തോന്നുന്നു വീട്ടിലൊക്കെ വന്ന് നമ്മളൊന്ന് ഫ്രഷ് ആയി ഒരു 2-2:30 ഒക്കെ ആയി കഴിഞ്ഞപ്പോ ഒരു സ്റ്റോറി ഇട്ടത്. അതായത് എന്റെ ലൈഫിൽ എനിക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുറച്ച് പേരുടെ ഫോട്ടോസ് ഇങ്ങനെ കൊടുത്തൊരു സ്റ്റോറി ഇട്ട്, പിറ്റേ ദിവസം ആ ലിസ്റ്റിൽ കിടന്ന് ഒരാൾ പോയെന്നുള്ളൊരു വാർത്ത കേട്ടാ ഞാൻ എണീക്കണം. അതെനിക്ക് ഓർക്കാപ്പുറത്ത് നമ്മുടെ മുഖത്തിട്ട് ഒരു ഒറ്റ അടി കിട്ടി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതായിരുന്നു. ഞാൻ ഓൾറെഡി വർഷങ്ങൾക്ക് മുമ്പേ തകർന്ന് തരിപ്പണമായ ഒരാളാണ്.
അപ്പൊ അത് പിന്നെ ഇടിച്ചു പൊടിച്ച് എങ്ങനെ ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് ഒരാള് പോയല്ല, അന്നത് വിട്ട് മനുഷ്യന്മാർക്ക് എല്ലാരും പറയില്ലേ, മനുഷ്യന്മാർക്ക് മറക്കാനുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ടെന്ന്. പക്ഷെ എനിക്കിതുവരെ വർക്കായിട്ടില്ല. ഇപ്പോഴും എന്റെ ലൈഫിൽ എന്ത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഉണ്ടായാലും അതിന് ഭയങ്കര സന്തോഷത്തോടെ കാണുന്ന ഒരാളാണ് ഞാൻ. ഇതെല്ലാം എന്റെ കാരണവന്മാരുടെ പിടുത്തം കൊണ്ടും മരിച്ചുപോയ എന്റെ തലയുടെ പൊക്കത്തിരിക്കണവരുടെ അനുഗ്രഹം കൊണ്ടൊന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇപ്പോഴും എന്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരു സമാധാനം സന്തോഷം ഇല്ലാതിരുന്ന ഞാൻ ആദ്യം വിളിക്കണ ഇവരെയൊക്കെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെയൊക്കെ അനുഗ്രഹമായിട്ടാണ് ഞാനിത് കാണുന്നുള്ളൂ. എനിക്ക് എപ്പോഴും ധൈര്യം തന്നത്, എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവരൊക്കെ തന്നെ. കാരണം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് തകർന്ന് തരിപ്പണായി പോണ ഒരാളാണ് ഞാൻ. എനിക്ക് ആരെയും ഫേസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഓട്ടം ഇരിക്കും. എനിക്ക് ആരോട് സംസാരിക്കണ്ട, ആരെയും വിളിക്കണ്ട, മെസ്സേജ് അയക്കണ്ട, നേരിട്ട് ആരെങ്കിലും വന്നാൽ പോലും വീട്ടിലാരെങ്കിലും വന്നാൽ പോലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഞാൻ. അപ്പൊ അങ്ങനൊരു ഈ 2026 ആദ്യത്തെ 3 മാസം എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ലാത്തൊരു മാസമായിരുന്നു. പക്ഷേ ആ ഒരു സമയത്തും ഈ യൂണിവേഴ്സ് എന്റെ കൈവെള്ളയിൽ എന്തൊക്കെ കൊണ്ടുവന്ന് തന്നതെന്ന് എനിക്കറിയോ? എനിക്കങ്ങ് പീക്ക് ലെവലിൽ സന്തോഷിക്കാൻ പറ്റുന്ന സകല സാധനങ്ങളും എന്റെ കൈവെള്ളയിൽ കൊണ്ടുവന്ന് തന്നിട്ട് പോലും എനിക്ക് മനസ്സറിഞ്ഞൊന്ന് ചിരിക്കാൻ, സന്തോഷിക്കാൻ പറ്റിയിട്ടില്ല. നമ്മ എപ്പോഴും പറയില്ല, നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല, സന്തോഷം സമാധാനവും ഇല്ലെങ്കിൽ തീർന്നു. അതേ അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ട്. കുറെ കാര്യങ്ങൾ. ഇപ്പൊ ആൾക്കാർ എന്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, ഫോൺ മാറ്റ്. അപ്പോഴൊക്കെ ഞാൻ പറയും, എന്റെ തലയിൽ ആ ഫോൺ ഈ വീഡിയോസിലൊക്കെ എനിക്ക് കാണാൻ പറ്റില്ല. ഏതെങ്കിലും ലോങ് വീഡിയോയിൽ എവിടെങ്കിലും കേട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇല്ല ഫോൺ മാറ്റുന്ന കാര്യം. എനിക്കൊന്ന് ക്യൂആൻഎ ആ ഒരു സെക്ഷനിലാന്ന് തോന്നുന്നത്. അതിനെ കുറിച്ച് ഞാൻ ആലോചിക്കണില്ല, എനിക്ക് വേണ്ട. ഞാൻ എന്റെ പഴയ ഫോണിനെ പൊക്കി പറയാം. അതായത് ഞാനിപ്പോ ഇൻസ്റ്റഗ്രാമിൽ എന്റെ സകല പിക്ക് കൊടുത്തേക്കുന്നതും ഈ യൂട്യൂബില് ഡീപ്പ് എടുക്കാൻ എന്റെ പഴയ ഫോണിൽ എടുത്താൽ ക്യാമറയൊക്കെ അടിപൊളിയാണ്, ഇവിടുത്തെ റേഞ്ചിന്റെ പ്രശ്നമാണെന്നൊക്കെ ഞാൻ പറയും, വൈഫൈ വെക്കാന്നൊക്കെ പറയും. പക്ഷെ എന്റെ വിഷ് ലിസ്റ്റിൽ പോലും ഇല്ലാത്ത, ഞാൻ ഒട്ടും പ്ലാൻ ചെയ്യാതെ ഈ പറഞ്ഞ ഫോൺ എനിക്ക് സ്വന്തമായിട്ട് വാങ്ങിക്കാൻ പറ്റി. ഇതൊക്കെ എന്റെ ലൈഫിൽ വലിയ വലിയ അച്ചീവ്മെന്റ്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ എന്റെ ലൈഫിലേക്ക് എന്താ പറയാ, ഇവരൊക്കെ തന്നെ എനിക്ക് കൊണ്ടുവന്ന് തന്നേക്കണ കാര്യങ്ങളായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ലേ മുന്നേ, ഞാൻ ജോലി നിർത്തിയത് എങ്ങനെ, ഇന്ന് ജോലി നിർത്തണമെന്ന് തോന്നി, പഠിക്കാൻ പോകണമെന്ന് തോന്നി, നേരെ പോയി അഡ്മിഷൻ എടുത്ത് പിറ്റേ ദിവസം റിസൈൻ ഇട്ടിട്ട് പിറ്റേ ദിവസം തന്നെ പഠിക്കാൻ ചേർന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ പക്ഷെ അത് എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിട്ടോ, എന്റെ വീട്ടുകാര് വലിയ കൊമ്പത്തെ ആൾക്കാരായതുകൊണ്ടല്ലട്ടാ. എന്തോ എനിക്ക് എന്തോ ഒക്കെ ഒരു ഭാഗ്യം എന്നൊക്കെ പറയാമോ, എനിക്ക് അറിയാൻ പാടില്ല. എന്തോ ഒരു കാരണവന്മാരുടെ കുരുത്തം. എപ്പോഴും ഞാൻ എന്റെ വായിലതാ വരാറ്. എന്റെ കാരണവന്മാരുടെ കുരുത്തം കൊണ്ട് ആഗ്രഹിക്കുന്ന എല്ലാം അതിന്റേതായ സമയത്ത് നടന്നുപോയ ഒരാളാണ് ഞാൻ. കാരണം ഞാൻ എപ്പോഴും വിചാരിക്കും എനിക്കൊരു സൂപ്പർ പവർ ഉണ്ടാന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, എന്റെ ലൈഫിൽ എനിക്ക് തന്നെ അറിയാം, ഈ കാര്യം നടക്കാൻ പോണില്ല എന്നെനിക്ക് അറിയാമെങ്കിൽ പോലും ആ ഒരു കാര്യം എനിക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടണതാണ്. അങ്ങനെയാണ് എന്റെ പതിവ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷവും ഉണ്ട്. അതിൽ ഞാൻ എപ്പോഴും കടപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഈ 2000 പേരെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും വലിയൊരു കാര്യമാണ്. എനിക്ക് നിസ്സാര കാര്യമൊന്നുമല്ല. 2000 പേരാ എന്ന് വെച്ചാൽ നിസ്സാര കാര്യമൊന്നുമല്ല. 500 പേരായപ്പോഴും വീഡിയോ ചെയ്ത ഒരാളാ. 500 എന്ന് പറയാൻ നിങ്ങളൊന്ന് വെറുതെ ആലോചിച്ചു, ഒരു 500 പേരെ പിടിച്ച് നിരത്തി നിർത്തി നോക്ക്, എത്ര പേരുണ്ടാവും. അപ്പൊ അതേപോലെയാണ് എനിക്ക് 2000. ഇനി അങ്ങോട്ട് അത് ഞാൻ പിന്നെയും പറഞ്ഞു, ഇനി അങ്ങോട്ട് പോയാലും ശരി, പോയില്ലെങ്കിലും ശരി, എന്റെ ലൈഫില് ഞാൻ നേടിയെടുത്ത ഒരു വലിയ കാര്യങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നതാണ് ഇത്. അപ്പൊ അതിന് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. എനിക്ക് കുറെ കാര്യങ്ങൾ എനിക്ക് ഇനിയും ചെയ്യാനുണ്ട്. മെയിൻ ആയിട്ട് എന്റെ അടുത്ത് എന്റെ സബ്സ്ക്രൈബേഴ്സ് മിക്കവരും ചോദിക്കുന്ന കാര്യമാണ് കല്യാണം. ഇതിനെ കുറിച്ച് ഞാൻ ഒരു ഹോം വീഡിയോ അടക്കം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് അതും കൂടി എനിക്കൊന്ന് പറയാൻ തോന്നി. എന്റെ ലൈഫിൽ ഞാൻ എവിടെയും എത്തിയിട്ടുണ്ടെന്ന് ഞാൻ പറയില്ല. എനിക്ക് ഇനിയും കുറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട്. എനിക്ക് എപ്പോഴും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ എന്റെ കുടുംബമാണ്. അപ്പൊ അങ്ങോട്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലും ആ ഒരു ചിന്തയും മാത്രമേ എന്റെ തലയിലുള്ളൂ. അപ്പൊ ആ ഒരു കൂട്ടത്തിൽ എന്റെ വളർച്ച കാണാനും അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളും എനിക്ക് കൂടെ വേണം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ഇത് ഞാൻ ഈ കൂട്ടത്തിൽ ചേർക്കണം എന്താന്ന് വെച്ചാൽ, ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്. അതാണ് ഞാൻ പറയണത്. കാരണം നമ്മ മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കണമല്ലോ. ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം, എന്റെ വീട്ടുകാർ ഇത്രയും കഷ്ടപ്പെട്ട്, എന്റെ കുടുംബം നോക്കണം, എന്റെ അപ്പൻ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് മൊത്തം വാരി കൂട്ടി എനിക്ക് എവിടെയും പോയി ആരുടെ ഒപ്പം ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. എനിക്ക് വേണ്ടത് ഞാൻ ഉണ്ടാക്കിയെടുക്കും. അപ്പൊ ഇപ്പൊ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നിന്ന് ഞാൻ തുടങ്ങി ഈ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം എനിക്ക് എപ്പോഴും വേണം. ഇപ്പൊ കിട്ടിയ ഒരു സമയത്ത് ഞാൻ വേഗം എടുത്തു തീർക്കണ ഒരു വീഡിയോ ആണിത്. കാരണം മുന്നേക്ക് വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അറിയാം, ഇപ്പോഴും നോയ്സ് ഉണ്ട്, എനിക്കറിയാം സത്യമായിട്ട്. ഇപ്പൊ പോലും പുറത്തു കൂടി വണ്ടി കാര്യങ്ങളൊക്കെ പോകാൻ ഒച്ചപ്പാട്. നേരത്തെ ആയാൽ പോലും ഇതൊന്നും കേൾക്കാൻ പോലും പറ്റാഞ്ഞിട്ട് എന്റെ വീഡിയോസ് കണ്ടവരും അതിൽ കമന്റ് ഇട്ടവരും ലൈക്ക് ചെയ്തവരൊക്കെ ഉണ്ട്. അവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല. ഇപ്പോഴും ഈ ധൃതി പിടിച്ച് കിട്ടിയ സമയത്ത് ഈ ഒച്ചപ്പാടിന്റെ ലഹളയുടെ ഇടയ്ക്ക് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്
അതും നിങ്ങൾ മനസ്സിലാക്കുമെന്ന് എനിക്കറിയാം പ്രത്യേകിച്ച് നല്ല നല്ല കോണ്ടന്റ്സോ ആളുകൾക്ക് എന്താണ് ഉപകാരപ്പെടുന്ന ഒന്നും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റണേതായ രീതിക്ക് എന്റേതായ രീതിക്ക് സംസാരിച്ച് ഞാൻ വീഡിയോസ് ഇടാറുണ്ട്. അതിനൊക്കെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് കാണുകയെങ്കിലും ചെയ്യുന്നുണ്ട്. അതിലൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല. ഒരുപാട് നല്ല മനുഷ്യന്മാരെ എനിക്ക് യൂട്യൂബിലൂടെ കിട്ടി. ഞാനിങ്ങനെ 2000 സബ്സ്ക്രൈബേഴ്സ് പോലും ഉണ്ടാവുംന്ന് ഒരുവിധ പ്രതീക്ഷയും ഒരു എക്സ്പെക്ടേഷനും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ജീവിതം ഇങ്ങനെ വെള്ളം ഒഴുകണ പോലെ ഒഴുകിപ്പോണേ. ഇടയ്ക്ക് എവിടെയെങ്കിലൊക്കെ തടഞ്ഞു നിൽക്കും, പിന്നെയും പോകുന്ന ഒരു വിശ്വാസമുള്ള ഒരാള്. ഞാൻ മുന്നേ പറഞ്ഞൊരു കാര്യം അതും കൂടി പറയാം. ഇപ്പൊ നമ്മൾ പുറത്തൊക്കെ പോണ സമയത്ത് ഈ ട്രെയിനിലൊക്കെ ഈ സന്യാസിമാരെ കണക്കാ ഒന്നും ആരും ഇല്ലാത്ത ആൾക്കാരെ കാണാം. പക്ഷെ അവർക്ക് ഫുഡൊക്കെ കിട്ടേണ്ട സമയത്ത് കിട്ടും. മനസ്സിലായോ? അതേപോലെ നമ്മൾക്കും കിട്ടേണ്ട സമയത്ത് എല്ലാം കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിൽ പോണ ഒരാളാ ഞാൻ. അതല്ലാതെ ഇന്ന സാധനം തന്നെ വേണമോ, അവർക്ക് അത്ര ഉണ്ടാവും എനിക്കും വേണം, അല്ലെങ്കിൽ അവരുടെ പൊക്കത്ത് പോണം, അങ്ങനെ ഒരു ഇതും ഇല്ലാത്ത ഒരാളാട്ടാ ഞാൻ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഫോൺ പോലും എന്റെ ഒരു വിശ്വസിയെ പോലും ഒന്നും വെറുതെ പോലും ചിന്തിക്കാത്ത സാധനങ്ങളാണ്. പക്ഷെ എനിക്ക് കിട്ടിയില്ലേ? അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ. അതായത് നിങ്ങൾ ആഗ്രഹിക്കണതിന്റെ അപ്പുറത്ത് നിങ്ങൾക്ക് കിട്ടട്ടെ. ഒന്നിനെയും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഒരാളെയും കണ്ടിട്ട് അയ്യോ അവർക്കുണ്ട് നമ്മക്കില്ല അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. എല്ലാവരുടെ ലൈഫില് അവര് ഡിസർവ് ചെയ്യണത് എന്തായാലും കിട്ടും. ഉറപ്പായിട്ട് കിട്ടും. സമാധാനമായാലും സന്തോഷമായാലും വേറെ എന്തെങ്കിലും ആയാൽ പോലും എല്ലാം കൊണ്ടും എല്ലാവരും രക്ഷപ്പെടട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് വേണം. എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും നിങ്ങൾ എല്ലാവരും ഉണ്ടാവും. അപ്പ താങ്ക്സ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു 2100 ഒക്കെ പക്കത്തുണ്ടെന്ന് തോന്നുന്നു സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ അവിടെ എല്ലാവർക്കും ഓരോരുത്തർക്കും താങ്ക്സ്. ഒരു ബിഗ് താങ്ക്സ്. അപ്പൊ അത്ര തന്നെ. ലവ് യു ഓൾ.